ടി കെ ഗംഗാധരൻ സാഹിത്യ ചരിത്ര സാംസ്കാരിക പഠന കേന്ദ്രം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പായിട്ട് സാഹിത്യകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ടി കെ ഗംഗാധരനെ കണ്ട് സംസാരിക്കുകയുണ്ടായി. എൻ്റെ ദേശത്തെ പരിചയപ്പെടൽ എന്ന ഈ പരിപാടിയിൽ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാമമായ വയലാറിനെ കുറിച്ചും ഉഴുത്തുകടവ് എന്ന ദേശത്തെക്കുറിച്ചുമാണ്. ഏതൊരു ഉൾപ്രദേശങ്ങൾക്കും ഒരു ചരിത്രമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, തൊഴിലാളി സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ തറവാട്ടുകാരുടെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പോലീസിന്റെ ക്രൂരതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പലതുമുണ്ട്. അതിൽ ഉഴുവത്തുകടവ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ഉഴുവത്തുകടവ് കനോലി കനാലിൽ ഒരു കടവാണ് ഉഴുവത്തുകടവ്. അത് ഉഴുവത്ത് എന്ന് പേരായ ഒരുപാട് കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ കുടിയടകളിൽ അവരുടെയൊക്കെ വീടുകളുടെ ഇടയിലാണ് ഈ കടവുള്ളത്, കനോലി കനാൽ. അങ്ങനെയാണ് ഈ കടവിന് ഉഴുവത്ത് കടവ് എന്ന പേര് വന്നത്. കാരണം അത്രയധികം ഉഴുവത്ത് കുടുംബങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. അങ്ങനെ പേര് വന്നതാണ് ഉഴുവത്ത് കടവ് എന്നുള്ളത്. വയലാർ എന്ന നാടിൻ്റെ ജീവിതം നമ്മുടെ നാടിൻ്റെ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഒളിവിൽ പോയി. ഒളിവിൽ പോയപ്പോൾ അക്കാലഘട്ടത്തിൽ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ ഉഴുവത്തുകടവിലെ ഈ വയലാറിൽ വന്ന് പല തൊഴിലാളി കുടുംബങ്ങളിലും ഒളിച്ചു പാർത്ത് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നു. അതറിഞ്ഞ സർക്കാർ നമ്മുടെ അന്നത്തെ വളരെ ക്രൂരനായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ദേവസിയെ ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്ന നേതാക്കന്മാരെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എവിടെ നോക്കിയാലും കമ്മ്യൂണിസ്റ്റ് പതാകകൾ, തൊഴിലാളികൾ, ചകിരി തൊഴിലാളികൾ, വള്ളത്തൊഴിലാളികൾ എന്ന് വേണ്ട അദ്ദേഹത്തിന് വളരെ താഴ്ന്ന ലെവലിൽ വളരെ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്ന ജനങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പൊ ആരോട് ചോദിച്ചിട്ടും ആരും പറയുന്നില്ല ഈ നേതാക്കന്മാരെ കണ്ടോ, ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ആരും രഹസ്യം പറയുന്നില്ല. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഈ നാട് പുന്നപ്പുറ വയലാറിനെ പോലെ ഒരു വയലാറാണല്ലോ, വിപ്ലവത്തിന്റെ ഈ നാടാണല്ലോ എന്ന് അയാൾ സ്വയം പറയുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ നാടിന് വയലാർ എന്ന പേര് വന്നത്.